ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് എത്രങ്ങാനും ദിവസമായിട്ട് ഞാൻ ബെൽറ്റൊക്കെ അരി കെട്ടിയിട്ടാണ് വെറും വയറ്റിൽ രാവിലെ തന്നെ നമ്മൾ ഒരു ബെൽറ്റ് അരി കെട്ടണം. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്നാലും നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മുടെ പാൻറ് ഊരി പോണേനല്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സുരക്ഷ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇത് തോളിൽ കെട്ടരുത് കേട്ടോ. തോളിൽ കെട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കഴുത്ത് മുറുക്കി നമ്മൾ ചാകും എന്നാണ് പറയാനുള്ളത്. നമുക്ക് അരി കെട്ടണം. അരി കെട്ടണം എന്താ, കുട്ടികൾ പല തെണ്ണിപ്പുകളും എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ടൈമിൽ നമുക്ക് വടി തെരഞ്ഞ് ഓടിപ്പോകാൻ ടൈം കിട്ടൂല. വടി തെരഞ്ഞു വരുമ്പോത്തിന് അവിടെ രണ്ടാമത് തീരുമാനമായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെറുതെ ഓടുമ്പോത്തിന് എനിക്കത് കഴുത്ത് കെട്ടണം നല്ലത്. കഴുത്ത് കെട്ടി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഓല് കഴുത്ത് ചിലപ്പോൾ പിടിച്ചു വലിച്ചാലേ നമ്മളെ ചാകും. അതുകൊണ്ട് നമ്മളെ അന്ത്യം കുറിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ നിൽക്കണ്ട. നമ്മളിന്ന് എന്തിനാ വന്ന് നമ്മളിപ്പോൾ എന്തിനാ വന്നത്? നമ്മളിന്ന് ബീഫ് വരട്ടും, നല്ല അടിപൊളി ബീഫ് വരട്ട് ഉണ്ടാക്കാനാണ് വന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ചട്ടി കഴുകി കൊണ്ടുവന്ന് ചട്ടിക്ക് കുറച്ച് നേരം എണ്ണ ഒഴിച്ച് കണ്ട് ചട്ടി ഗ്യാസ് ഓണാക്കാതെ തന്നെ എണ്ണ ഒഴിച്ച് കണ്ട് അതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഗ്യാസ് ഓണാക്കി കൊടുക്കരുത്. ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പം തന്നെ മസാല കരിക്കട്ടാവും, പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ കുട്ടികളെ ഓരോന്ന് വന്ന് ചോദിക്കൂട്ടാവും. വല്ലാതെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം ബെൽറ്റ് കാണുന്നതോടുകൂടി അവിടെ വാതിൽക്കൽ നിന്നിട്ട് പോകും. അതന്നെ നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും അരി കെട്ടിക്കോളി. അല്ലാതെ ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഇനി ഒരു മാസം നമുക്ക് തള്ളി നിൽക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ടാവുന്ന മസാലപ്പൊടികൾ ഇട്ടെടുക്കുക. ഇതിന്നാണെങ്കിൽ യന്ത്രകുന്ത്രാണ്ടത്തു നിന്നാണെങ്കിൽ തട്ടിയാലും പൊട്ടിയാലും ഇങ്ങോട്ട് ചാടി കിട്ടണില്ല. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ അതിനെ. ഇങ്ങനെ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഇതാണിത്. ഇനി എന്തത് റെഡി ആക്കണമെങ്കിൽ വെച്ചാൽ നമ്മൾ മൂടി തുറന്നിട്ടിടണം. മൂടി തുറന്ന് കണ്ട് ആ മൂടി കിട്ടുകാണ്ട് നോക്കാമെന്ന് വിചാരിച്ചാലോ മൂടി മൂടിയല്ല. അതുകൊണ്ട് ആകെ ചിന്തി പോവുക. പിന്നെ സ്പൂൺ ഇടണമെങ്കിൽ എത്ര സ്പൂണാണ്? 16 സ്പൂണും തെരഞ്ഞു പോകണം. ഞാൻ 8 ഒരു ഭാഗത്തുള്ള 8 8 16 അങ്ങനെ 16 തെരഞ്ഞു പോകണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി എല്ലാ പൊടികളും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി കൊടുക്കാൻ ഈ സമയത്തേ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ നിർത്താതെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല കരിഞ്ഞു പോകാതിരിക്കും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഉലുവ ചേർത്തെടുക്കുക. ഇന്നലെ ഞാൻ നല്ലപോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ എന്താക്കി യൂട്യൂബിൻ്റെ അടുത്ത് കണ്ട് പുറത്ത് കിട്ടുക. എൻ്റെ ഈ കളി കട നടക്കൂലെന്ന്. അപ്പം നമ്മുടെ മസാല കരിനേൻ്റെ അടുത്ത് തന്നെ വേഗം നമ്മൾ ഓഫാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാൽ മതി. ഒരു വറവ് മസാലേൻ്റെ ഒരു ടേസ്റ്റ് വേണ്ട നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക്. അപ്പം ഞാൻ ഇനി ദീക്കിൽ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതൊന്നും ചതച്ച് ചേർക്കാൻ പോണില്ല. നമ്മൾ കറിയിൽ നിന്ന് ചെടപെടാന്നുള്ള കോലത്തിൽ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ അടച്ച് വെക്കണത്. ഇനി ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലേക്കൊന്ന് തപ്പി തരയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. ഞാൻ ഇപ്പോൾ വരും. പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ പിന്നെ എന്തൊക്കെയോ പറയാൻ എനിക്ക് ഓഡിയോൻ്റെ ഒപ്പം വീഡിയോൻ്റെ ഒപ്പം ഒന്ന് ഓടാൻ കഴിയണില്ല. എനിക്ക് ഭയങ്കര ഓട്ടപ്പാച്ചിൽ ഇതിൻ്റെ ഒപ്പം ഓടേണ്ടി വരും. എന്നാൽ എനിക്ക് ഇന്ന് നിർത്തി പറയാൻ കഴിയില്ല. എനിക്ക് ഓടിപ്പിട്ട് പറയണം, പെട്ടെന്ന് തീർന്നു പോകണം. എന്നാൽ എനിക്കൊരു പെട്ടെന്ന് തീർക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാട്ടോ ഞാൻ നിൽക്കുന്നത്. കുറേ കാലമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ല. ഞാൻ കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ എന്താ പറയുക, എനിക്ക് നല്ലോണം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ഒരു എഡിറ്റ് ചെയ്ത കഥ പറയുകയാണെങ്കിൽ പഠിച്ചോനെ എന്ന് പറഞ്ഞാലും തീരില്ല. യൂട്യൂബിനോട് പറഞ്ഞ് നിങ്ങൾക്ക് നല്ല AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാനുള്ള ഒരു നല്ല അവസരമുണ്ട്. YT സ്റ്റുഡിയോയിൽ ഉള്ള ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓലെന്നെ ഇട്ടെന്നതാണ് ഇന്ന സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സോങ്ങും നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങളെ കളന്നുള്ള സൗണ്ട് നിങ്ങൾ ഒച്ചട്ടോണ്ടിരിക്കണ്ട. ഞങ്ങൾക്ക് ബോറടിച്ചിക്കണേ. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ആ പാട്ടൊക്കെ മാറ്റിയിട്ട് പാട്ടിട്ടോളി. ഇത് കുക്കറാണ് മക്കളെ. ഈ കുക്കറിൻ്റെ പരസ്യം ഞാൻ കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉഷയുടെ ഇലക്ട്രിക് കുക്കറാണ്. ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഉഷൻ്റെ ഇലക്ട്രിക് കുക്കർ നെറ്റിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഉള്ളത് പ്രസ്റ്റീജാണ്. വേണമെങ്കിൽ ഞാൻ പ്രസ്റ്റീജിൻ്റെ കൊടുക്കാം, എനിക്ക് വിരോധമൊന്നുമില്ല. സ്ക്രീനിൽ ചെറിയൊരു പ്രസ്റ്റീജിൻ്റെ ഒരു ചിത്രം കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ ലിങ്കും ഞാൻ കൊടുക്കാം. ഇനി വാഷിംഗ് മെഷീനിലോട്ട് പോകാം. നമുക്ക് അടുക്കളയിലൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. ബെൽറ്റ് ഇല്ലാതൊരു കളി നമുക്ക് നടക്കില്ല. നമ്മൾ അലക്കാനുള്ളത് അലക്കുകയാണ്. എന്തോരം ചളി, സോപ്പും പൊടി പോലും ഇട്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തോരം ചളി. നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കുകയാണ്. എനിക്കും ഈ കുട്ടികളെ മാതിരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കേണ്ടി വരും. അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് ഈ തേങ്ങ ഉണ്ടല്ലോ, കുട്ടികൾ മുഴുവനും എല്ലാം കുത്തി ഇതിത്തെ വെള്ളമൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ടിലിൻ്റെ ഒട്ടിക്കൊക്കെ എറിയാണ്. ഇവർ എത്ര ചില്ലറക്കാരെന്നല്ല, ഫുൾ കച്ചറ ലംബ് കേസുകളാണ്. കണ്ട പാവങ്ങളാണ് വിചാരിക്കുമെങ്കിലും
ഒറ്റങ്ങോട്ട് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ഓട്ടക്കാരെ പിന്നെ ഈ പരിസരത്ത് പോലും അല്ല മുങ്ങി തപ്പിയാലും കൂടി കിട്ടൂല. അതിൻ്റെ ഇടയ്ക്ക് ഇന്നെ സോപ്പിടാൻ വന്നിരിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ബീഫ് വന്നു. നമ്മൾ വെളുത്തുള്ളി ചേർത്തില്ല, ഇഞ്ചി ചേർത്തില്ല, ചെറിയ ഉള്ളി ചേർത്തില്ല. ഇനി ഇതൊക്കെ ചതക്കണതിന് മുമ്പ് നല്ലൊരു മോരുകറി നമ്മൾ ഉണ്ടാക്കണമല്ലോ. നമ്മൾ എന്താ ഇപ്പം നേരത്തെ പറഞ്ഞത്, മോരുകറി ഉണ്ടാക്കണ കാര്യം കൂടി ഞങ്ങൾക്ക് നല്ല കറക്റ്റ് നല്ലപോലെ പറഞ്ഞുതരാം. മോരുകറിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നാളികേരം ചേർത്തെടുക്കുക, ചെറിയ ഉള്ളി ചേർത്തെടുക്കുക, വെളുത്തുള്ളി ചേർത്തെടുക്കുക, ഒരു പച്ചമുളക് ചേർക്കുമ്പോൾ സൂപ്പറായിക്കാരം. അടിപൊളി അടിപൊളി അടിപൊളിയാണ്, അടിപൊളി. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്തോളി, അരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്തോളി, പുളി ഉണ്ടെങ്കിൽ ചേർത്തോളി, എല്ലാം 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 ചേർത്തോളി. നിങ്ങൾ യാതൊരു വിരോധമില്ല. നമ്മൾ അരച്ചിട്ട് തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കണത്. ഈ കുട്ടികൾക്ക് ഉണ്ടല്ലോ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ വെജിറ്റബിൾ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ, ഉള്ളി കടിക്കാൻ പാടില്ല, ഇഞ്ചി കടിക്കാൻ പാടില്ല. ഇവർക്കൊന്നും കഴിക്കണ ഇഷ്ടമല്ല. ഇവർക്ക് തിന്നാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിൽ ഒന്നും കടിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊക്കെ അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. ഒന്നും അവർക്ക് തടയാൻ പോലും പാടില്ല ഉള്ളി. എനിക്ക് തോന്നാറുണ്ട് കറി ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പൊട്ടറ്റോ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്ത് സാധനം ഈ കറുത്ത അതുപോലെ തന്നെ എന്താ പറയുക കുമ്പളങ്ങ ചിരങ്ങ അതൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് കുക്കറിലല്ല മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നുകൊണ്ട് കറി ഉണ്ടാക്കി കൂടാ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കുട്ടികൾ എനിക്ക് തോന്നുന്നു കറി കൂട്ടും, ഓൾക്ക് അത് കടിച്ച് തിന്നാനാവില്ല. അതാണ് അവളുടെ നല്ല പ്രയാസമുള്ളത്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നല്ല ജീരകമാണ്. നല്ല ജീരകം അല്ലാതെ മോരുകറി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തെടുത്താൽ പിന്നെ സോ സിമ്പിൾ, വേറൊരു പണി നമുക്കില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തട്ടിക്കൂട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പകരം. ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഇത് പറഞ്ഞെടുത്തിട്ട് ഓളെന്നും ഈ ഒരു കറി ഉണ്ടാക്കൽ എന്നാണ് പറഞ്ഞത് എന്നോട്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ, എന്തൊരു സിമ്പിളല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്ന് മുതൽ ഞാൻ എന്നും ഈ കറി ഉണ്ടാക്കൽ. ഇനി അരിപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആകണം. നിങ്ങൾ ടെൻഷനൊക്കെ വെറുതെയാണ്. അരിപ്പൊടിയൊന്നും വേറെ നിർബന്ധമൊന്നുമില്ലൊരു കാര്യമല്ല. മൈദപ്പൊടി ചേർത്തെടുത്താൽ മതി. ഞാൻ അപ്പം മൈദപ്പൊടിയാണ് ചേർത്തെടുത്തത്. എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ കുറുക്കാക്കണം, അല്ലാതെ എന്താ ചെയ്യുക. അടിപൊളിയാണ് എന്നാണ് ചുരുക്കത്ത് പറഞ്ഞു വേണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എൻ്റെ അടുത്ത് കറിവേപ്പില അല്ല കേട്ടോ, അതുകൊണ്ടാണ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില ചേർക്കണം നിങ്ങൾ കാണാനത്. എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്ന സാധനം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു കുന്ത്രാണ്ടുണ്ടല്ലോ എൻ്റെ അടുത്തുണ്ടായി, വട്ടത്ത് കറങ്ങണ ആ റൗണ്ടിൽ മസാല പൊടികൾ ഇട്ടിട്ട് അത് എനിക്ക് തോന്നില്ല മഞ്ഞൾ കുറവാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് തട്ടിയാലും ചാടാത്തൊരവസ്ഥയിലായതുകൊണ്ടാണ് ഇപ്പം എനിക്ക് അങ്ങനെ തോന്നണത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി എടുക്കാം. നല്ല അത്യാവശ്യം പുളി ആയതുകൊണ്ടാണ് കുറച്ച് പുളിയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. പുളിയൊക്കെ ഞാൻ അരച്ച് ചേർത്തേക്കുക. അതൊക്കെ മിക്സിൻ്റെ ഉള്ളിലുണ്ടായി. കുരു കളഞ്ഞ പുളി ആയതുകൊണ്ട് എല്ലാം കൂടി അരച്ച് ചേർക്കുക. ഉപ്പ് പോലെ നമ്മൾ വേറെ ഇടേണ്ടി വരില്ല, അത്രയും കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സാധനം പിന്നെ ലാസ്റ്റ് മല്ലിൻ്റെ ഇല ഒന്ന് ചേർത്തെടുക്കുക. വെറുതെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട്, കറിവേപ്പില ഇല്ലാന്ന് ആരും പറയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ വന്നിട്ടൊരു കമൻറ്റ് ഇടാൻ നിങ്ങൾ മറക്കരുതേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോളിൽ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക. പിന്നെ എൻ്റെ വീഡിയോ നിരന്തരം ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി എണീക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങൾ ആകുമെന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്താനായിട്ടുള്ള കേട്ടോ. നമ്മുടെ ബീഫ് റെഡിയാക്കേണ്ട, നമുക്ക് അതും കൂടി റെഡിയാക്കിയാൽ ഞാൻ പോകും. അത്രയേ ഉള്ളൂ. പിന്നെന്താ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന്, അപ്പോൾ എഡിറ്റ് ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പറഞ്ഞല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ നമുക്ക് ചതക്കേണ്ടതായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചതച്ച് വരാം. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ എന്നോട് പറയണ യൂട്യൂബ്, നിങ്ങൾ എന്തിനാ യേശുദാസിൻ്റെ ശ്രീകുമാറിൻ്റെ ഒക്കെ പാട്ടിടാൻ പോയത്? അതിനൊന്നുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങൾ അവരുടെ പാട്ടിടുകയാണെങ്കിൽ നിങ്ങളുടെ മോണിറ്റേഷൻ ഞങ്ങൾ കട്ടാക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ വകുപ്പിൽ നിന്ന് യാതൊരു പൈസ ഉണ്ടാവില്ല. ഓലെന്നെ ഇടാൻ പറഞ്ഞാണ്ട് പിന്നെ ഓല് നിങ്ങൾ അങ്ങനെ പാട്ടിട്ടുകാണ് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല. അത് ആ കമ്പനിക്ക് പോവുക, പാട്ടിന് അർഹതപ്പെട്ട ഓൽക്കാണ് പോകുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് അതിനോട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ ചോന്ത റെഡ് മാർക്ക് വന്ന് കാണിക്കും. അതുകൊണ്ട് ആ റെഡ് മാർക്ക് എൻ്റെ ചാനലിനെ ബാധിക്കുന്ന എൻ്റെ തെറ്റായൊരു ധാരണ കൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കി. ഞാൻ അപ്പം അങ്ങനെ പോലെ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാൻ പോയിട്ട് എൻ്റെ ചാനൽ ഡിലീറ്റ് ആക്കിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാൻ അത്ര കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോയും ചാനലൊക്കെ അല്ലേ, അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ഞാൻ അത് വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ആക്കി. ഇനി മേലാൽ എൻ്റെ വൈക്ക് ഒരാൾ വന്നിട്ടും കാര്യമില്ല, ഞാൻ സോങ് ഇടൂല. യൂട്യൂബിൽ ഒരു റോയൽ ഫ്രീ മ്യൂസിക്കാണ്, അത് തേങ്ങ ആന തേങ്ങ മാങ്ങ തേങ്ങ എന്നൊക്കെ ഓല് പറഞ്ഞിട്ട് വരും. മക്കളെ, യൂട്യൂബ് ചാനലുള്ള ആളുകൾ ഒരാളും മ്യൂസിക്കും കൊണ്ടുകൊണ്ട് യൂട്യൂബ് ചാനലിലേക്ക് വരണ്ടെന്നാണ്
എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ മോണിറ്റേഷനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോണിറ്റേഷൻ കട്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിൻ്റെ ആളുകൾ വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ വിൽക്കണ സമയത്ത് നമ്മൾ ഓൽക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ അതിനുള്ള അർഹത വാങ്ങണം, അതായത് ലൈസൻസ് എടുക്കണം. എന്നാലേ നമുക്ക് പാട്ട് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഈ യൂട്യൂബിൽ കണ്ടമാനം വീഡിയോ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചില്ലറ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൽക്ക് ലൈസൻസ് കൊടുത്ത് നമ്മൾ ഓലെ പാട്ടൊക്കെ വാങ്ങാൻ പോയിട്ട് അതിനുള്ള ഒരു മെച്ചമൊന്നും ഇവിടെ കിട്ടണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എനിക്ക് കിട്ടിയിട്ടില്ല, ഇനി കിട്ടണോലുണ്ടോയെന്ന് അറിയില്ല. വലിയ വലിയ ചാനലുകാർക്ക് അതൊക്കെ അർഹതപ്പെട്ട് വാങ്ങാനുള്ളൊരു അവസരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് പതിനൊന്നും ആയിട്ടില്ല. എനിക്ക് ഈ കറക്റ്റ് എഡിറ്റിങ് പോലും അറിയാത്ത ഞാൻ കുറേ സോങ് വെച്ച് എഡിറ്റ് ചെയ്യാത്ത എനിക്ക് തോന്നി എൻ്റെ കളകളാന്നുള്ള കൈതരാഗം തന്നെ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടായിട്ട് വന്ന് ഇനി മേലാളി യേശുദാസിൻ്റെ ശ്രീകുമാറിൻ്റെ അങ്ങനത്തെ പാട്ടുകളിലേക്കൊന്നും ഞാൻ പോകില്ല. ഇന്നലെ നമ്മളൊരു പാഠം പഠിച്ചു. എനിക്ക് ആ പാഠം പഠിച്ചത് നല്ല വിഷയം. എനിക്ക് എന്താ വെച്ചാൽ അതിൻ്റെ ടൈം അത്രയും നേരം വെറും വേസ്റ്റ്. കാരണം അത്രയും നേരം എഡിറ്റ് ചെയ്യുക, ഇത് കട്ട് ചെയ്ത് കണ്ട് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ 3000 MB നെറ്റാണ് നമുക്ക് ചിലവായത്. അതായത് 300 GB നെറ്റ് ചിലവാക്കിയിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കണ്ട് എന്നോട് ഡിലീറ്റ് ആക്കാൻ പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരത്തില്ല. നമ്മുടെ ബീഫ് റെഡി ആയിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ വെളിച്ചെണ്ണയിലിട്ട് കണ്ട് ഇങ്ങനെ കുറുക്കിയാണ് ചേർത്തു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കണം എന്താണെന്ന് വെച്ചാൽ ഇല്ല വണ്ടിൻ്റെ ലൈസൻസ് തന്നെ ഓട്ടാൻ വരെ ടൈം കിട്ടണില്ല. എല്ലാ വണ്ടിക്ക് തന്നെ ലൈസൻസ് നമ്മൾ പെട്ടി പാത്തച്ചക്ക. ഇനിയിപ്പോൾ പാട്ടിന് കുറേ ലൈസൻസ് എടുത്ത് കണ്ട് അത് മൂലക്കെടായിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. താൽക്കാലികം ഞാൻ പാടും, വേറെല്ലോ പാട്ടൊന്നും എനിക്ക് വേണ്ടാഹേ. നിങ്ങൾ തന്നാലും എനിക്ക് വേണ്ടാന്ന് തന്നെ പറയാനുള്ളത്. അത് എഴുതിയിട്ട് ഷോർട്ടിൽ പാട്ടിടില്ല എന്നല്ല. ഷോർട്ടിൽ നമുക്ക് പാട്ടിടാനുള്ള അതിനുള്ള പോളിസി ഉണ്ട്, അവിടെ അംഗീകരിച്ച പാട്ടുകൾ. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും, യൂട്യൂബ് ചാനലില്ലാത്ത ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഈ പെണ്ണിങ്ങനെ കെട്ട ഡാറിന് ഈ കടകട പറയുന്ന കേൾക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യമില്ല. ഞങ്ങൾക്ക് സോങ് ഇട്ടെന്നാളെ ഞങ്ങളത് കേട്ടുന്നോളാം, നിങ്ങളെ കുക്കിംഗ് മാത്രം കണ്ടാൽ മതി അങ്ങനെയൊക്കെ പറയണവരുണ്ടാവും. സത്യം പറയുകയാണെങ്കിൽ എനിക്കും അതിന് തന്നെയാണ് താല്പര്യമുള്ളത്. അതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഇടാത്തതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചട്ടകം കൊണ്ട് കയ്യിലെടുത്ത് തളക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ എന്തിനെ ഈ പരിസരത്ത് കാണാനില്ലായിരുന്നു. ഇപ്പം എല്ലാവരും വന്നിട്ടുണ്ട് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും നല്ലൊരു മണം വന്നിട്ട് അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.